ടാരറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇന്നത്തെ സൺഡേ റീഡിങ്ങിലേക്ക് കടക്കാം. പാസ്റ്റിലെ കാർഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് സോർട്സ് ആണ്. അതായത് മാനസിക സമ്മർദ്ദങ്ങളും ഉറക്കമില്ലാത്ത രാത്രികളും ഭയവും ഉത്കണ്ഠയും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു പാസ്റ്റിലെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രസൻറ്റിൽ കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോർട്സ് ആണ്. അതായത് പാസ്റ്റിൽ നിന്ന് താങ്കൾ ഇതുവരെയും മോചിതനായിട്ടില്ല. എന്നാൽ ഈ കാർഡിൽ ശ്രദ്ധിച്ചാൽ താങ്കൾക്ക് കാണാം പുതിയൊരു പുലരി താങ്കളെ കാത്തിരിക്കുകയാണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതിനാൽ അതിലേക്കുള്ള ശ്രദ്ധയാണ് താങ്കൾ കേന്ദ്രീകരിക്കേണ്ടത്. പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്, അതിനെ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക. കരിയറിൽ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് സൂചിപ്പിക്കുന്നത് അനുകൂലമായ സാഹചര്യം കരിയറിൽ ഉളവാകാനാണ് സാധ്യത. തൊഴിലിൽ സന്തുലിതാവസ്ഥ നിലനിർത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. താങ്കളുടെ ഇതുവരെയുള്ള ശ്രമങ്ങളുടെ ഫലം കരിയറിൽ താങ്കളിലേക്ക് അതിനുള്ള പ്രതിഫലം വന്നു ചേരാനുള്ളൊരു സാധ്യതയാണ്. ഫാമിലിയിൽ ദ ഹൈ പ്രീസ്റ്റസ് എന്ന മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് പറയുന്നത് താങ്കളുടെ ഹൃദയം പറയുന്നതനുസരിച്ച് ഫാമിലിയിൽ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആന്തരിക ബോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ കാർഡ് താങ്കളോട് പറയുന്നുണ്ട്. അത് ശരിയായ ദിശ ഫാമിലിയെ മുന്നോട്ട് നയിക്കാനായിട്ട് താങ്കൾക്ക് നൽകുമെന്നാണ് പറയുന്നത്. ഫിനാൻസിനായിട്ട് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഈ പെൻറ്റക്കിൾസ് 10 ഓഫ് പെൻറ്റക്കിൾസ് സഫലീകരണത്തിൻ്റെയും കൂടെ ഒരു കാർഡാണ്. 10 എന്ന നമ്പർ. ശ്രദ്ധയോടുകൂടെയുള്ള സാമ്പത്തിക വിനിമയങ്ങൾ നടത്താൻ ഈ കാർഡ് താങ്കളെ അഡ്വൈസ് ചെയ്യുന്നു. വർത്തമാനകാലത്തിലും ഭാവിയിലേക്ക് ആവശ്യമുള്ളതുമായ രീതിയിൽ ധനസമ്പാദനം നടത്താനാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ താങ്കൾക്ക് നൽകുന്ന നിർദ്ദേശം. ഫോക്കസിനായിട്ട് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് വാൺസ് എന്ന കാർഡാണ്. കാർഡിൽ കാണാം ഒരു കിങ്ങിനെയാണ് കാണുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു കരുത്ത് താങ്കളിലുണ്ട്. അത് താങ്കൾ പുറത്തെടുക്കുക, അതിനെ ആർജിക്കുക. ജീവിതത്തിൽ പല വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും അതിനെ എല്ലാം നേരിടുവാൻ തക്കവണ്ണമുള്ള കഴിവ് താങ്കൾക്കുണ്ട് എന്നാണ് ഈ കിങ് ഓഫ് വാൺസ് പറയുന്നത്. അപ്പോൾ സധൈര്യം മുന്നോട്ട് പോവുക. വരുന്ന വെല്ലുവിളികൾ എന്തായാലും അതിനെ നേരിടുവാൻ തയ്യാറായിരിക്കുക. അടുത്തത് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് ഏസ് ഓഫ് വാൺസ് ആണ്. ഏസ് ഓഫ് വാൺസ് പറയുന്നത് പുതിയ പല തുടക്കങ്ങളും വന്നു ചേരാം. തൊഴിലിൽ പുതിയ ഓഫറുകൾ വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ, ഒരു പ്രൊമോഷനുള്ള സാധ്യത ഈ കാർഡ് സൂചിപ്പിക്കുന്നു. താങ്കളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇത് എന്ന് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് താങ്കളെ അറിയിക്കുകയാണ്. ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.